തീരുമാനമായതിനു ശേഷം പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായിരിക്കുകയാണ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണ് കാണാൻ പോയി എന്നുള്ള കാര്യം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് പെണ്ണിൻ്റെ മുഖമൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ പെണ്ണ് കാണലായിരുന്നു. കുറേ പേര് പറഞ്ഞു ഇത് പെണ്ണ് കാണലല്ലോ, ഇത് ഉറപ്പിക്കലാണല്ലോ എന്ന്. അങ്ങനെയല്ല, അവിടെ പോയി കണ്ടു, അവർ ഇങ്ങോട്ട് ക്ഷണിച്ചു. അപ്പം അവിടെ നിന്നൊരു ബറ്റാലിയൻ ആൾക്കാർ ഇങ്ങോട്ട് വന്നു, ഒരു പെണ്ണിൻ്റെ ബന്ധുക്കളും കാര്യങ്ങളെല്ലാവരും ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ചെറുക്കൻ്റെ വീടും പരിസരവും എല്ലാം കണ്ട് പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ നിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അന്നാണ് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കുണ്ടായതും. അതിനുശേഷം ഞാൻ ഇങ്ങനെ ഈ സംഭവം വീഡിയോസൊക്കെ എന്തൊരു തമാശയാണ്, എന്തൊരു കോമഡിയാണ്. അറിയാലോ ചങ്ങായിനെ, അറിയാലോ ചങ്ങായി നല്ല കോമഡി വീഡിയോസൊക്കെ ചെയ്യുന്ന അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള ചങ്ങായിയാണ്. ചങ്ങായിൻ്റെ ഫാമിലി മൊത്തം വീഡിയോസിൽ ഉണ്ടാവാറുണ്ട്. അടിപൊളി വീഡിയോസാണ്. അവരുടെ റീൽ അടിപൊളിയാണ്, ഷോർട്സ് അടിപൊളിയാണ്, ലോങ് വീഡിയോസ് അടിപൊളിയാണ്. പിന്നെ ഇടയ്ക്ക് ഇവർ വ്ളോഗിങ്ങിലേക്കും തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയ വീട് വെച്ച് അവർ താമസം തുടങ്ങി. ഇപ്പം നമ്മുടെ ചെക്കന് കല്യാണം ആലോചനയുമായിട്ട് പോയതായിരുന്നു കഴിഞ്ഞ വ്ളോഗ് എന്ന് പറയുന്നത്. അങ്ങനെ കല്യാണം ആലോചിച്ച് ചെന്നു, പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, അതൊരു വ്ളോഗായിട്ട് വന്നു. ഓക്കെ, അതിനുശേഷം വീട്ടുകാർ ഇവൻ്റെ വീട്ടിലേക്ക് വീട് കാണാൻ വേണ്ടി വന്നു. അതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്ളോഗാണ് അരുൺ കഴിഞ്ഞ ദിവസം അരുണിൻ്റെ സ്വന്തം ചാനലിൽ ഇട്ടത്. അതിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇത്. അതായത് ഇവരവിടെ പോയിട്ട് ഒരു ബറ്റാലിയൻ ഇവിടുന്ന് അങ്ങോട്ട് പോയി കണ്ടു, പെണ്ണ് കണ്ടു. അവിടെ നിന്ന് മൂക്കുമുട്ട ഉണ്ടാവുമായിരിക്കും. ഓക്കെ, എന്നിട്ട് തിരിച്ച് അവർ ഇവൻ്റെ വീട്ടിൽ വീട് കാണാൻ വേണ്ടി വരും. സ്വാഭാവികമായിട്ട് നാട്ടിൽ നടക്കുന്ന പരിപാടിയാണല്ലോ, അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് വരിക. എന്നിട്ട് അന്ന് അരച്ചെമ്പ് ബിരിയാണി കഴിച്ചു എന്നാണ് ചങ്ങായി തമാശ രൂപേണ പറയുന്നത്. മോശം, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്നാണ് കമൻറ്റ് ബോക്സ് നിറച്ചും പറയുന്നത്. നമ്മൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ അറേഞ്ച്ഡ് മാരേജാണ്. അപ്പോൾ കല്യാണത്തിന് മുമ്പ് തന്നെ ഇങ്ങനെയൊക്കെ ഇതൊരു തമാശയായിട്ടായിരിക്കും ചങ്ങായി പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ വെച്ചാൽ ഇത് കാണുന്ന ഓഡിയൻസിനും പിന്നെ ആ വീട്ടുകാർക്കും ബുദ്ധിമുട്ടാകും, അല്ലെങ്കിൽ അതൊരു മോശമാണെന്നൊക്കെയാണ് കമൻറ്റ് ബോക്സിലെ ആളുകൾ പറയുന്നതും. പിന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അരച്ചെമ്പ് ബിരിയാണി മുക്കാച്ചെമ്പ് ബിരിയാണി തിന്നു എന്നൊക്കെ പറയുമ്പോൾ ആ തീറ്റേൻ്റെ കാര്യമൊക്കെ അങ്ങോട്ട് ഒഴിവാക്കാമായിരുന്നു എന്നാണ് എനിക്കും തോന്നുന്നത്. സംഭവം എന്തായാലും ചങ്ങായി കോമഡി ആക്കാൻ വേണ്ടി നോക്കിയതാണെന്ന് തോന്നുന്നു. പക്ഷെ അതൊരു ട്രാജഡി ആയി പോയി. കമൻറ്റ് ബോക്സ് നിറച്ചും ഇവനെതിരാണ്. അരുണിനേക്കാളും പെങ്കൊച്ചിന് നല്ല മെച്യൂരിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ചെമ്പ് ബിരിയാണി, ഇതാണ് ഒരു ചൊല്ലുണ്ട്, അല്പൻ ഐശ്വര്യം വന്ന അർദ്ധരാത്രിയിലും കൂടെ പിടിക്കുന്നു. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മുന്നോട്ട് വന്നവരാണ്. നല്ല വീഡിയോസ് ഇട്ട് പിന്നെ ആളുകളെല്ലാം കണ്ട് പുതിയൊരു വീട് വെച്ച് അങ്ങോട്ടേക്ക് താമസം മാറ്റിയവരാണ്. അപ്പം ഇവരുടെ വീട്ടിലേക്ക് ഒരു കൂട്ടം ആൾക്കാർ പെണ്ണ് കാണലിന് ശേഷം വീട് കാണാൻ വേണ്ടി വരുന്ന സമയത്ത് ഒരു ചെമ്പ് ബിരിയാണി തിന്നു എന്നുള്ള കണക്ക് പറഞ്ഞതിനാണ് ആളുകൾ ഇതിൽ കുറ്റം പറയുന്നത്. സംഭവം ചങ്ങായി തമാശ രൂപേണ പറഞ്ഞാണ്. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സോഷ്യൽ മീഡിയേൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെ എല്ലാ കാര്യവും എടുത്ത് ഇതിൻ്റെ അകത്ത് ഇടുന്ന സമയത്ത് ഇപ്പം നമ്മൾ നാച്ചുറലായിട്ട് സംസാരിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും. അത് തമാശ രൂപേണ, അതിപ്പം മറ്റുള്ളവർ അറിയാണ്ട് കാണാണ്ടും കേൾക്കാണ്ടൊക്കെ പറയുന്നത്. അതേ രീതിയിൽ വന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതാണ് പ്രശ്നം. ഈ പറയുന്ന കമൻ്റ് ഇടുന്നവരും ചിലപ്പം ഇതേപോലെ സംസാരിക്കുന്നവരായിരിക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ പരസ്പരം ഇങ്ങനെ പറയുന്ന സമയത്ത് അവർ വന്ന് ഒരു ചെമ്പ് ബിരിയാണി കഴിച്ചിട്ട് പോയി എന്നൊക്കെ പറയുന്നത് പോലെയല്ല സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതേപോലെ വിളമ്പുന്നത്. അപ്പം അങ്ങനെ വിളമ്പിയതിന് അതിന് തക്കതായിട്ടുള്ള കുറേ കമൻസും നെഗറ്റീവ് കമൻസും വന്നിട്ടുണ്ട്. പക്ഷേ അരുൺ അത് പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം വീട്ടുകാർ വരുന്ന സമയത്ത് ഇവർ ലവ് മാരേജ് ആയിരുന്നേ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അവർ കാണുമ്പോൾ അവർക്കൊരു ഇതുണ്ടാവില്ല, അയ്യോ നമ്മളും അവിടെ പോയി തിന്നാൻ വേണ്ടി പോയതാണ് എന്നൊക്കെ ആണല്ലോ അവൻ പറഞ്ഞത് എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടാവും. പിന്നെ സോഷ്യൽ മീഡിയ താരം ആയതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും, അറിയില്ല. എന്തായാലും കോമഡി താരമാണല്ലോ, അപ്പോൾ കുറച്ച് കോമഡി പറഞ്ഞാണെന്ന് വിചാരിച്ചോളും. എന്തായാലും അത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയേൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഇതിൻ്റെ കൂടുതൽ എടുത്തു വെക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. എടുത്തു വെക്കേണ്ട വേറൊരു വീഡിയോയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് നിങ്ങൾ ദേഷ്യമൊന്നും തോന്നാൻ പാടില്ല. സത്യം പറഞ്ഞെങ്കിൽ ആവണില്ല കേട്ടോ. ആ വീഡിയോ, ഇങ്ങനത്തെ വീഡിയോ ഒന്നും കാണാൻ എന്നെ കൊണ്ട് പറ്റണില്ല. ഓക്കെ, ഞാൻ റിക്കവറായി വരുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കാണാൻ സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിർത്തുക നിങ്ങളെല്ലാവരും. ഓക്കെ, ആരാണെന്നുണ്ടെങ്കിലും എനിക്ക് ഓൾറെഡി എന്നെ കണ്ട് ഞാൻ ആകെ തളർന്ന് മരിച്ച് രണ്ടാമത് അങ്ങേറ്റത്തിന് ശേഷം ഞാൻ റിക്കവറായി വരുന്നുള്ളൂ. ഞാൻ നിർത്തി വെച്ചേക്കാണ്, ഞാൻ മൈൻഡ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ,
അതിന്റെ ഇടയിൽ ഇങ്ങനത്തൊന്നും ഇടല്ലേ ദൈവമേ. എനിക്ക് സത്യം പറഞ്ഞാൽ ആവണില്ല കാണാൻ, സീരിയസ്ലി. എനിക്ക് ഓൾറെഡി ഫസ്റ്റ് ടൈമിൽ കണ്ടപ്പോ തന്നെ അങ്ങനെ ഇല്ലാണ്ടായി പോയതാണ്. പിന്നെ അപ്പോൾ ആളെ മനസ്സിലായോ? മെഹനാസ് മെഹനു എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഇതേപോലെ സോഷ്യൽ മീഡിയ താരമാണ്. പുള്ളിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന A to Z കാര്യങ്ങൾ അന്നേരം പുള്ളി സ്റ്റോറിയായിട്ടും വീഡിയോസായിട്ടും ഇടുന്നൊരു പുള്ളിയാണ്. അപ്പോൾ ഈ പുള്ളിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ അറിയില്ലായിരിക്കും, ചിലപ്പോൾ കുറേ പേർക്ക് അറിയാമായിരിക്കും. ഇതൊരു വലിയൊരു യൂണിവേഴ്സാണ്. സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു യൂണിവേഴ്സാണ്. അതിൽ മെഹനാസ് ഉണ്ട്, സഫ മെഹനു ഉണ്ട്, പിന്നെ പറഞ്ഞിട്ട് ലല്ലൂബി എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രമുണ്ട്, പിന്നെ എന്താ പറയുക നമ്മുടെ ഫസ്മീന എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. ഇതെല്ലാം കൂടി കൂടിക്കുഴഞ്ഞ ഒരു യൂണിവേഴ്സാണ് ഈ സംഭവം. ഇതിൽ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചങ്ങായിൻ്റെ രണ്ടാമത്തെ വൈഫ്, അതായത് ആദ്യ ഭാര്യ ഗൾഫിൽ നിന്നും ആത്മഹത്യ ചെയ്തപ്പോൾ കരയാത്ത ഒരാളാണ്. ഇത്രയും കരഞ്ഞിട്ടില്ല. അന്നേരവും പുള്ളി എന്ത് ചെയ്തു, ആ സമയത്ത് തന്നെ പോയിട്ട് അയ്യോ എൻ്റെ ഭാര്യ മരിച്ചേന്ന് പറഞ്ഞിട്ട് ലൈവ് പോയ ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള സഫ ഈ പറയുന്ന ലല്ലൂബി എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ കൂടെ ഒളിച്ചോടി പോവുകയും, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്, ഓക്കെ, പോവുകയും അവസാനം അവർ രണ്ടുപേരും, അതായത് ലല്ലുവും സഫയും പല ഇൻ്റർവ്യൂവിലും വന്നിട്ട് നമ്മൾ ഒളിച്ചോടിയിട്ടൊന്നുമില്ല, നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ല എന്നും പറഞ്ഞ് കരഞ്ഞ് മെഴുകുകയും ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. കഴിഞ്ഞ ദിവസം ഇതേപോലെ ലല്ലുവിൻ്റെയും സഫയിൻ്റെയും, അതായത് ഈ പറയുന്ന ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മെഹനാസിൻ്റെ ഭാര്യയായിട്ടുള്ള സഫയും ലല്ലുവും ഒരുമിച്ചുള്ള വീഡിയോ പുറത്തായി, അതായത് ലീക്കായി. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി നടന്നപ്പോൾ ഇത് കണ്ട് വിഷമം മൂത്ത് ഫിൽറ്റർ ഇട്ട് വീഡിയോ ഇട്ടതാണ് നമ്മുടെ ഈ പറയുന്ന സഫേൻ്റെ ഭർത്താവായിട്ടുള്ള മെഹനാസ്. സംഭവം ചങ്ങായിക്ക് പറ്റിയിരിക്കുന്ന അല്ലെങ്കിൽ ചങ്ങായി ഫേസ് ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഏറ്റവും വളരെ മോശമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. കാരണം സ്വന്തം ഭാര്യ ഇതേപോലെ വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയി എന്നറിഞ്ഞ ഒരാൾ എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ്. അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇതേപോലെ ഫിൽറ്റർ വിട്ട് ആ സമയത്ത് എങ്ങനെ വീഡിയോ ഇടാൻ വേണ്ടി പറ്റുന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത്. സംഭവം ശരിയാണ്, അതൊരിക്കലും ഒരാൾക്കും, അതിപ്പോൾ ആണാണേലും ശരി പെണ്ണാണേലും ശരി, ഇതേപോലെ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. കരഞ്ഞും കൂവി ചിലപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ ഇതിപ്പം ഈ ചങ്ങായിക്ക് അത് ഒളിച്ചോടിപ്പോയി, അല്ലെങ്കിൽ സഫ ഇറങ്ങിപ്പോയി, പിന്നെ അവൻ്റെ കൂടെയാണ് പോയത്, അതെല്ലാം ഇവൻ കണ്ടതുമാണ് വീഡിയോസ് എല്ലാം. ഇതെല്ലാം പിന്നെ രണ്ടാമത് സോഷ്യൽ മീഡിയ വന്ന സമയത്ത് ഇവൻ എന്ത് ചെയ്തു, ആദ്യം വീഡിയോ ഇങ്ങനെ കണ്ടു. ഈ വീഡിയോ കണ്ടിട്ട് ഇവനിങ്ങനെ എന്ത് ചെയ്തു, വേഗം കരഞ്ഞ് അന്നേരം വീഡിയോ അത് ഫോൺ ഓണാക്കി വെച്ചിട്ട് അതെന്ത് പരിപാടിയാണത്? അതെന്ത് പരിപാടി? വിഷമം ഉണ്ടെങ്കിൽ കട്ടിൽ കിടന്ന് കരഞ്ഞ് അങ്ങോട്ട് മെഴുകിക്കോളുക, നമ്മുടെ വിഷമം എല്ലാം അങ്ങോട്ട് കളഞ്ഞോളുക. അല്ലാണ്ട് അന്നേരം അതെടുത്ത് സോഷ്യൽ മീഡിയ ഇടുവാണ് ചെയ്യേണ്ടത്. അത് ശരിയാണോ? നിങ്ങൾ പറ, അത് ശരിയാണോ? അങ്ങനെയാണോ നമ്മൾ വിഷമം തീർക്കേണ്ടത്? അപ്പോൾ ഇവൻ ഈ കരഞ്ഞ് മെഴുകി ഇങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ വെറുതെ എന്തിനാ ഇങ്ങനെ കോമാളിയാവുന്നത്? സംഭവം ഇവൻ ഫേസ് ചെയ്തിട്ടുള്ള ഈ ഒരു വിഷമം എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത വിഷമമാണ്. പക്ഷേ ഇവനിപ്പോൾ ഈ വീഡിയോ ഇട്ടപ്പോഴത്തേനും കാണുന്നവരെല്ലാം ചിരിക്കുകയാണ്. ഈ പറയുന്ന നമ്മളും കണ്ടപ്പോൾ ചിരിച്ച്. എന്താണ് കാരണം? അതങ്ങനെയാണ് നമുക്ക് തോന്നുകയുള്ളൂ. കാരണം ഇവൻ്റെ ലൈഫിൽ, ഇത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്, ഇവൻ്റെ ലൈഫിലോ അല്ലെങ്കിൽ അവരുടെ ലൈഫിലുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പം ഇതാണ് അവസ്ഥ. അപ്പോൾ ഇവൻ ഇതറിഞ്ഞിട്ട് വന്ന് ഇത് വീഡിയോ ആയിട്ട് ഇടേണ്ട യാതൊരു കാര്യമില്ല. ഇതിപ്പം നാറിയത് വീണ്ടും നാറുക എന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും ഗുണമുണ്ടോ? ഒന്നുമില്ല. ഇതിപ്പോൾ ഇവന് സംഭവിച്ചത് നാളെ ആർക്കും സംഭവിക്കാം, എന്നിട്ട് ഇതേപോലെ വിഷമവും വരാം എന്നോർത്ത് അത് അന്നേരം അത് ആ സമയത്ത് വീഡിയോ ഓൺ ചെയ്ത് വെക്കാനൊക്കെ എങ്ങനെ തോന്നുന്നു എനിക്കറിയാൻ പാടില്ലപ്പാ. ഇതൊക്കെ എന്തെന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അന്നേരം വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് കരഞ്ഞിട്ട് അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കുറേ കമൻറ്റ് വരും. ഇതെല്ലാം കണ്ട് വീണ്ടും നമ്മൾ എന്താ പറയുക, വീണ്ടും ആ പഴയ ഇതിലേക്ക് പോകും. എന്തെല്ലോ ആണ് കളിച്ചു കൂട്ടുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അതാ പറയുന്നത്, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ലാണ്ട് തട്ടിമുട്ടിയൊക്കെ പോകാൻ വേണ്ടി പറ്റും. ഇവരുടെ ഈ കഥ എന്ന് പറയുന്നത് ഈ 4 പേരും 4 ടൈപ്പാണ്. അതായത് ഒരാളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് വേറെ സത്യം. ഇവർ ഓരോ വീഡിയോ അല്ലെങ്കിൽ ഓരോ യൂട്യൂബ് ചാനലിലും അല്ലെങ്കിൽ സ്വന്തം ചാനലിലും ഓരോ കഥകളുമായിട്ട് വരും. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കുറേ പേര് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് മറ്റവരെ ചീത്ത വിളിക്കും, മറ്റവരെ സപ്പോർട്ട് ചെയ്തിട്ട് വരും, ഇവരെ ചീത്ത വിളിക്കും. അങ്ങനെ മൊത്തത്തിലൊരു സംഭവമാണ്. എന്തിനാണ് ഇതെല്ലാം സോഷ്യൽ മീഡിയ കൊണ്ടിടാൻ വേണ്ടി പോകുന്നത്?
സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഓക്കെ, നമുക്ക് പ്രശ്നമില്ലേ, നിങ്ങൾക്ക് പ്രശ്നമില്ലേ? പക്ഷെ അതൊക്കെ കൊണ്ടുവന്ന് ഇതേപോലെ കരഞ്ഞ് മെഴുകി സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും എടുത്തിട്ട് വറക്കും. അപ്പോൾ ഇതാണ് സംഭവം. സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ ഇടണം, എന്തൊക്കെ സംസാരിക്കണം, എന്തൊക്കെ പറയണം, ഏത് ലെവൽ വരെ നമുക്ക് പോകാം എന്നൊക്കെ ഉള്ളത് നമ്മൾ തന്നെ തീരുമാനിച്ചാൽ കൊള്ളാം. അപ്പോൾ അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ വിഷമം മറ്റുള്ളവർക്ക് ചിരിക്കാനുള്ളൊരു വകയായിട്ട് മാറും. എന്ത് പറയുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അങ്ങനെ തന്നെയല്ലേ? അതായത് നമ്മുടെ വിഷമം നമ്മൾ വന്ന് ഇതേപോലെ കരഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പം അത് കാണുന്നവൻ ചിരിക്കും, ചിരിച്ച് മറിയും.